ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാറുള്ളത് ഇനി എല്ലാ മൊബൈൽ ഫോണിലും ഇനി കോൾ റെക്കോർഡർ ലഭിക്കും. വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ സാധാരണ നോർമലായി വരുന്ന കോളുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ കമന്റ് ബോക്സിലും അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സെറ്റിംഗ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റിംഗ്സും കാര്യങ്ങളും മുഴുവനായി കണ്ടാൽ മാത്രമേ ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. വെറുതെ കമന്റ് ഇട്ടുകൊണ്ട് കാര്യമില്ല. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി 5-6 മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ബോക്സ് കാണിക്കും. അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത് മുന്നോട്ട് പോകുക. അവിടെ നിങ്ങൾക്ക് ഗ്രാൻഡ് പെർമിഷൻ എന്നുള്ള ഭാഗം കാണിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. പെർമിഷനൊക്കെ നിങ്ങൾ ഇതുപോലെ അലോ ചെയ്ത് മുന്നോട്ട് പോവുക. അലോ ഒരു 3 പ്രാവശ്യം നിൽക്കേണ്ടതുണ്ട്. ആ 3 പ്രാവശ്യം നിൽക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലൊരു വീണ്ടും എനേബിൾ സർവീസ് എന്ന് കാണാതിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇൻസ്റ്റാൾ ആപ്സ് എന്ന് കാണാതിരിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേരുടെ കാണിക്കും. അത് ഓഫ് ആയിരിക്കും. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം പുറകോട്ട് വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വീണ്ടും എനേബിൾ സർവീസ് കാണും. അവിടെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ എനേബിൾ ചെയ്ത് പെർമിഷൻ അലോ ചെയ്യുക. ഇത്ര മാത്രമേ ഈ ആപ്പിൽ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന എക്സലൻറ്റ് ആപ്പ് കാണിക്കുക. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. റിക്വസ്റ്റഡ് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അലോ കൊടുക്കുക. ഓക്കെ, വീണ്ടും അലോ കൊടുക്കുക. ഇത്രയും അലോ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾ സെറ്റിംഗ്സ് ആണെങ്കിൽ 3 ലൈൻ അവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോവുക. സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സോഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. ഇതൊക്കെ മാറ്റി കൊടുക്കാം. അതുപോലെ ഒരു പാറ്റേൺ ലോക്ക് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഈ ആപ്പിന് ഒരു പിൻ കോഡ് കൊടുക്കുകയാണെങ്കിൽ ആ പിൻ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓക്കെ, ഇനി നമുക്ക് പിൻ ലോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഈ ആപ്പിന് കൊടുക്കാൻ സാധിക്കും. പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി മാത്രം. ഞാൻ തൽക്കാലം 1 2 3 4 കൊടുത്തു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഫിംഗർ ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇത് റെക്കോർഡ് ആകുന്നത് പോകുന്നതെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്കിത് സെറ്റാക്കാൻ സാധിക്കും. അപ്പോൾ ആ കാണുന്ന എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണോ ആ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടത് ആ ഇമെയിൽ ഐഡിക്ക് ഇതുപോലെ ജസ്റ്റ് സൈൻ കൊടുക്കുക. സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇമെയിൽ ഐ ഡിക്ക് കൂടി റെക്കോർഡ് ആവുന്നതായിരിക്കും. മൊബൈലും ഉണ്ടാവും, അതുപോലെ ഇതിലുണ്ടാവും. കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോൾ ചെയ്തതിന് ശേഷം റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓക്കെ, ഞാൻ കോൾ റെക്കോർഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കാരണം കോൾ റെക്കോർഡ് ഞാൻ കാണിക്കുന്നില്ല. കാരണം കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമുള്ള ഇത് കാണിച്ചു തരാം. ഓക്കെ, 1-2 ആൾക്കാർക്ക് വിളിച്ചത് ചെക്ക് ചെയ്ത് അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ആ പാസ്വേഡ് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആപ്പിനുള്ളിലായിരിക്കും റെക്കോർഡിംഗ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതൊക്കെ 1 2 3 കൊടുക്കണം. ഇത്രയും കോളുകൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത്രയും കോളുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സംസാരിക്കുന്നത് കേൾപ്പിക്കുന്നില്ല, കാരണം കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 1 അല്ല 2 അല്ല 3 അല്ല, വാട്സപ്പിൽ വരെ ഉള്ളത് നമുക്ക് ഇതിൽ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ഫാസ്റ്റാക്കാൻ കാരണം ഞാൻ വേറെ ആവശ്യത്തിന് വിളിച്ചതായിരുന്നു. പക്ഷേ റെക്കോർഡിംഗ് ആ സമയത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. എന്തായാലും അടിപൊളിയാണ്. വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒക്കെ ഉള്ളതൊക്കെ കാണിച്ചു തന്നു. ഇത്രയുള്ള മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂടുതലേക്ക് എത്തിക്കുക ഫ്രണ്ട്സ്.